അപ്പോൾ വായു ഇന്ന് എൻ്റെ കുറച്ച് ഓൾഡ് വാട്ടർ കളർ ഡ്രോയിങ്സ് കാണാം. ഈ ഒരു ഡ്രോയിങ് എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡ്രോയിങ് ആണ് കേട്ടോ. ഇത്ര ഫിനിഷിംഗ് ആയിട്ട് ഞാൻ വർക്കൊന്നും ചെയ്യാറില്ല പൊതുവെ. ഇതൊരു ഫേസ്ലെസ് ബുദ്ധ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രോയിങ് ഒരു ആർട്ട് ഹീലിംഗ് പ്രോസസ്സ് പോലെ ഞാൻ ചെയ്തൊരു ഡ്രോയിങ് ആണ്. കൂടുതലും ഞാൻ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡ്രോയിങ്സ് ആണ് ചെയ്യാറുള്ളത്. എൻ്റെ ഒരു പ്രിഫറൻസ് ഇതാണ്. ഞാൻ ചെറുതായിട്ട് എഴുതും വരയ്ക്കും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയൊരു കവിതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ഡ്രോയിങ് ആണിത്. കാർമേഘത്തെ സ്ത്രീയോട് ഉപമിച്ചിട്ടാണ് ഞാൻ ആ ഒരു കവിത എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോയിങ് ആണിത്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു രസത്തിന് വരച്ചതാണ്. വൈറ്റ് ഇങ്ക് വെച്ചിട്ട് വാട്ടർ കളറിൽ ചെയ്തതാണ്. ഇതും അതുപോലെ തന്നെ ഒരു ആർട്ട് ഹീലിംഗ് പ്രോസസ്സ് എന്ന രീതിയിൽ ചെയ്യണതാണ്. ഞാൻ കൂടുതലും ഗ്രീൻ കളേഴ്സാണ് അപ്പോൾ പ്രിഫർ ചെയ്യാറ്. ഇതും ഒരു റഫ് ഡ്രോയിങ് ആണ്. പക്ഷേ ഈ ഒരു ഡ്രോയിങ് എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ്സിൽ ഏറ്റവും ഇഷ്ടമായ ഡ്രോയിങ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് ബേസായിട്ട് ചെയ്തതാണ്. ഞാനങ്ങനെ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. റഫായിട്ട് വരയ്ക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇതൊരു മെർമെയ്ഡ് തീമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഹഗ്ഗാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെൻ്റെ ഒരു അന്നത്തെ മാസ്റ്റർ പീസ് ഡ്രോയിങ് ആയിരുന്നു. യക്ഷി എന്ന തീമിൽ ഞാൻ വരച്ചൊരു ഡ്രോയിങ് ആണിത്. എൻ്റെ കൈൻഡ് ഓഫ് യക്ഷി ഇങ്ങനെ പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.